കൊല്ലം നഗരത്തിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് 23 ലക്ഷം രൂപ മോഷ്ടിച്ചവർ പിടിയിൽ. ഇരവിപുരം സ്വദേശി സജിൽ, അനന്തരുവി എന്നിവരാണ് പോലീസ് പിടിയിലായത്. സ്റ്റെയിൻസ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് പ്രതികൾ വൻതുക മോഷ്ടിച്ചത്. പ്രതികൾ മോഷണ മുതൽ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഷമീർ ഉണ്ട് വിവരങ്ങളുമായി. ഷമീർ, എവിടെ നിന്നാണ് ഇവർ പിടിയിലാകുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു? പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു കൊല്ലം സിറ്റിയിൽ നടന്ന, ഒരു മാസത്തിന് മുമ്പ് നടന്ന ഈ കവർച്ച. 23 ലക്ഷം രൂപയാണ് ഈ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മോഷ്ടിച്ചത്. മോഷ്ടിച്ച ഈ പണവുമായി മോഷ്ടാക്കളായ ഇരവിപുരം ആക്കോലി സ്വദേശികളായ സജിൽ, അനന്തു രവി എന്നിവർ ഗോവ, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പണവുമായി കടന്നു. പിന്നീട് അവിടെ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. നിരവധി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇവർ നിലവിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് പോലീസ് അവിടെ എത്തുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്നും ഇവർ നിയമസഹായത്തിനായി കൊല്ലത്തേക്ക് തിരിച്ചതായി വിവരം ലഭിച്ചു. അങ്ങനെ ഡാൻസ് ഓഫ് ടീമും പ്രത്യേക അന്വേഷണ ടീമും കൊല്ലം കളക്ടറേറ്റ് പരിസരത്ത് വെച്ചാണ് ഇവരെ പിടികൂടിയത്. എന്തായാലും ഈ പണം ഇവർ പല രീതിയിൽ ഉപയോഗിച്ചതായിട്ട് പോലീസ് പറയുന്നുണ്ട്. ബാക്കിയുള്ള തുക ഇവർ എവിടെയാണ് സൂക്ഷിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്നാണ് കൊല്ലം ACP രാജേഷ് അറിയിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ അറസ്റ്റ് ഇന്ന് വൈകിട്ടോടു കൂടിയോ അല്ലെങ്കിൽ നാളെ രാവിലോട് കൂടിയോ രേഖപ്പെടുത്തും. അല്പസമയം മുമ്പാണ് ഇവരെ പിടികൂടിയത്. കൊല്ലം ഈസ്റ്റ് SHOയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്. വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മോഷണം. ആ ഷോപ്പിൽ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. ആ കടയിൽ സ്ഥിരമായി എത്തുന്ന ആളുകളായിരുന്നു ഇവരിൽ ഒരാൾക്ക് ഐസ്ക്രീം കച്ചവടമായിരുന്നു. ഐസ്ക്രീം കച്ചവടവുമായി ബന്ധപ്പെട്ട ചില സാധനങ്ങൾ വാങ്ങാൻ ഈ ഷോപ്പിൽ ഇവർ നിരന്തരമായി എത്തുന്നവരായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷമാണ് ആ ഷോപ്പിലെ CCTV ഇല്ലാത്ത ഭാഗമൊക്കെ നോക്കി ഇവർ കടയ്ക്കുള്ളിൽ കടന്നത്. എന്നാൽ കടയ്ക്കുള്ളിലെ ഒരു ക്യാമറയിൽ നിന്നാണ് ഇവരെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തത്. പക്ഷേ മുഖം മൂടി ധരിച്ച നിലയിലായിരുന്നു. അങ്ങനെ പോലീസ് വളരെ കഷ്ടപ്പെട്ടാണ് ഈ പ്രതികളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ശരി, ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു മാസം മുൻപ് കൊല്ലത്തെ ഞെട്ടിച്ച ഒരു മോഷണമാണ്, ആസൂത്രിതമായി നടന്ന മോഷണം. പോലീസ് തുടർച്ചയായ അന്വേഷണത്തിനൊടുവിൽ 2 പേരെയും പിടികൂടിയിട്ടുണ്ട്. ബംഗളൂരുവിൽ